ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലായ INSV കാണ്ടിന്യ മസ്കറ്റിലെത്തി. പോർബന്തറിൽ നിന്നാണ് കപ്പലിന്റെ സമുദ്രയാത്ര ആരംഭിച്ചത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സമുദ്ര സാംസ്കാരിക ബന്ധത്തിന്റെ പ്രതീകം കൂടിയാണ് പരമ്പരാഗതമായി നിർമ്മിച്ച ഈ കപ്പൽ. മത്രയിലെ സുൽത്താൻ കാബൂസ് തുറമുഖത്തെത്തിയ INSV കൗണ്ടിന്യയെ ഇന്ത്യയുടെ തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗത വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാളിന്റെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. പരമ്പരാഗത ഒമാനി വള്ളങ്ങളുടെ അകമ്പടിയോടെ വാട്ടർ സല്യൂട്ട് നൽകിയായിരുന്നു ഗംഭീര സ്വീകരണം. ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയത്തിലെ ടൂറിസം അണ്ടർ സെക്രട്ടറി അസാൻ അൽ ബുസൈദി, ഒമാൻ സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ കപ്പലിനെ സ്വീകരിക്കാനെത്തി. ചടങ്ങിനോടനുബന്ധിച്ച് ഇന്ത്യൻ ഒമാനി സാംസ്കാരിക പരിപാടികളും അരങ്ങേറിയിരുന്നു. Having built it, we put it in the water about a year ago, and then it was taken into the Navy as INSV Kaundinya. The name, by the way, has some significance. Kaundinya is the first Indian mariner of whom we know of by name. ഇന്ത്യ ഒമാൻ നയതന്ത്രത്തിന്റെ 70ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് കപ്പൽ ഒമാനിലെത്തിയത്. അജന്ത ഗുഹാചിത്രങ്ങളിൽ കാണുന്ന 5ാം നൂറ്റാണ്ടിലെ കപ്പലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് INSV കൗണ്ടിന്യ നിർമ്മിച്ചിരിക്കുന്നത്. ആധുനിക ആണികളോ ലോഹബന്ധങ്ങളോ ഉപയോഗിക്കാതെ പുരാതന ഇന്ത്യൻ കപ്പൽ നിർമ്മാണ സാങ്കേതിക വിദ്യയാണ് ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നത്. മീഡിയ 1, മസ്കത്ത്.